സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്യാപ്സ്യൂൾ സ്പെഷ്യൽ സെഷനാണിത്. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് സമയം മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ GK ഭാഗം നിങ്ങൾ ക്യാപ്സ്യൂൾ പോലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, ബാക്കി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക എന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂൾ വീഡിയോകൾ നമ്മൾ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാപ്സ്യൂൾ സെഷനാണിത്. GK ഭാഗം നിങ്ങൾക്ക് പഠിക്കാൻ സഹായകമാകത്തക്ക രീതിയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ക്യാപ്സ്യൂൾ പോലെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഒക്കെ ഉൾപ്പെടുന്ന ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാപ്സ്യൂൾ പോലെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അത് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ ആ കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പ് തരുന്നു, ഈ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് ആ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങളെ പറ്റിയാണ്. കേരളത്തിൽ ടോട്ടൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 നമ്പർ ഒന്ന് ഓർത്തിരിക്കണം, 18 വന്യജീവി സങ്കേതങ്ങൾ. ഈ 18 വന്യജീവി സങ്കേതങ്ങളും ഏത് ജില്ലയിലാണ് ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേര് എന്നിട്ട് ഏത് ജില്ലയിലാണ്, അല്ലെങ്കിൽ മാസ്റ്റർ ഫോളോയിങ് രീതിയിൽ വന്യജീവി സങ്കേതങ്ങളും ജില്ലയും ഒക്കെ തന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റണം. അതിന് ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ജില്ല നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് ഈ 18 വന്യജീവി സങ്കേതങ്ങളുടെയും അതിൻ്റെ ജില്ലകളുടെയൊക്കെ പേര് ചെറിയ കണക്ഷനൊക്കെ വെച്ച് ഞാനങ്ങ് പറയുവാണ്. മാക്സിമം ശ്രദ്ധിച്ചിരുന്നാൽ പിന്നീട് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ചെറിയ കോഡൊക്കെ ഞാൻ പറയുന്നുണ്ട്, ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ, അത് നെയ്യാറും പേപ്പാറയുമാണ്. നെയ്യാർ വന്യജീവി സങ്കേതവും പേപ്പാറ വന്യജീവി സങ്കേതവും തിരുവനന്തപുരം ജില്ലയിലാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം ഓർത്താൽ മതി. ഇപ്പം അയാളുടെ കയ്യെ കുറേ നെയ്യ് പറ്റിയിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരുന്നു കയ്യിൽ. അപ്പോൾ അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നില്ല എന്നിട്ട് അടുത്തൊരു പാറ കണ്ടപ്പോൾ പാറയിൽ കൈ ഇങ്ങനെ പാറയിൽ നന്നായിട്ട് തിരുമ്മി നെയ്യ് കയ്യിലെ നെയ്യ് പോകാൻ വേണ്ടി പാറയിൽ കൈ തിരുമ്മി എന്നൊക്കെ ഓർത്ത് തിരുമ്മി. തിരുവനന്തപുരം, നെയ്യാറും പേപ്പാറയും തിരുവനന്തപുരമാണെന്ന് ആ രീതിയിലൊന്ന് ചെറുതായിട്ട് ഓർത്തിരിക്കാമല്ലോ. പരീക്ഷയ്ക്ക് നമ്മൾ മറന്നുപോയാലും ഈ കണക്ഷൻ വെച്ച് എവിടെയെങ്കിലും സ്പാർക്ക് വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നെയ്യാറും പേപ്പാറയും തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് ചെന്തുരുണി ഒറ്റ ഓർമ്മയേ ഉള്ളൂ, കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഒറ്റ ഒരു വന്യജീവി സങ്കേതമാണ് പ്രധാനപ്പെട്ടത്, ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. 1984 ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. 58 നെയ്യാർ സ്ഥാപിതമായത്, 83 പേപ്പാറ സ്ഥാപിതമായത്. അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ലയാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത്. ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങളാണ് പെരിയാർ, ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല. പെരിയാർ, ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല. ഒരു ചെറിയ സെൻറ്റൻസ് ഞാൻ പറയാം. ഈ മനുഷ്യരുടെ ഇടയിൽ പെരിയ ആൾക്കാർ, അതുപോലെ ചിന്ന ആൾക്കാർ, അങ്ങനെ കുറേ വേർതിരിവുകളുണ്ട്. മനുഷ്യരുടെ ഇടയിൽ പെരിയാൾ, അതുപോലെ ചിന്നയാൾ, അങ്ങനെ കുറേ വേർതിരിവുകളുണ്ടല്ലേ. മൃഗങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, അവരെല്ലാവരും അങ്ങനെ ജാതി മതം അങ്ങനെയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ കാശുള്ള കാശില്ലാത്തവനൊന്നും ഇല്ലല്ലോ. മനുഷ്യരുടെ ഇടയിലാണ്. മനുഷ്യരുടെ ഇടയിൽ പെരിയാൾ, ചിന്നാൾ, അങ്ങനെ കുറേ വേർതിരിവുണ്ടെന്ന് ഓർത്താൽ കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. പെരിയാൾ, ചിന്നാർ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പെരിയാർ, ചിന്നാർ രണ്ടും ഇടുക്കിയിലാണ്. പിന്നെ മനുഷ്യരുടെ ഇടയിൽ എന്ന് വേണമെങ്കിൽ ഇടുക്കിയിൽ എടുക്കാം. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി തന്നെയാണെന്ന് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇതെല്ലാം ഇടുക്കിയിലാണ്. അതുപോലെ ഇടുക്കി വന്യജീവി സങ്കേതവും ഇടുക്കിയിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം 1950 സ്ഥാപിതമായത്. ചിന്നാർ വന്യജീവി സങ്കേതം 1984, ഇടുക്കി വന്യജീവി സങ്കേതം 1976, കുറിഞ്ഞിമലയാണെങ്കിൽ 2006. അപ്പോൾ ഇത്രയുമാണ് ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ. അടുത്തത് എറണാകുളം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ്. കുളമുണ്ടല്ലോ, കുളത്തിൽ നമ്മൾ കാല് നനയാതിരിക്കാൻ അവിടെ എന്തെങ്കിലും തട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് മംഗളമായിട്ട് കാലെ വെള്ളം പറ്റാതെ നിൽക്കാമെന്ന് ഓർത്ത്. ഒരു വലിയ കുളമാണ്, കുളത്തിൻ്റെ നടുക്ക് പെട്ടുപോയി. അപ്പോൾ ഒരു തട്ട്, അവിടെ കിടന്നൊരു തട്ടിൻ്റെ മുകളിൽ കയറി നിന്നു, വെള്ളം കാലെ പറ്റാതിരിക്കാൻ. അപ്പം മംഗളമായിട്ട് കുറച്ച് നേരം കാലെ വെള്ളം പറ്റാതെ അവിടെ നിന്നു എന്നൊക്കെ ചുമ്മാ ഒരു സെൻറ്റൻസ് ഓർത്താൽ, മംഗളം എന്ന് ഞാൻ പറഞ്ഞല്ലോ, മംഗളവനത്തിലേക്ക് എത്താം. തട്ടിൻ്റെ കാര്യം പറഞ്ഞു, തട്ടേക്കാടിലേക്ക് എത്താം. തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളം ജില്ലയിലാണ്, ഓർത്തിരിക്കുക. തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളം, മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളം. നമ്മുടെ ഇന്ത്യക്ക് ആദ്യമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയത് 1983. അപ്പം ഇന്ത്യ ആദ്യമായിട്ട് തട്ടേ കയറി
കപ്പടിച്ചത് 83-ലാണെന്ന് ഓർത്താൽ തട്ടേക്കാട് 83 കണക്ട് ചെയ്ത് തട്ട് 83 കണക്ട് ചെയ്ത് തട്ടേക്കാട് 83 ഓർത്തിരിക്കാമല്ലോ. സോ തട്ടേക്കാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 83-ലാണ്, 1983-ലാണ്. മംഗളവനം വന്യജീവി സങ്കേതം 2004-ലാണ് സ്ഥാപിതമായത്. രണ്ടും എറണാകുളം ജില്ലയിലാണ്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ രണ്ടെണ്ണം ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. ചിമ്മിനിയും പീച്ചി വാഴാനിയും രണ്ടും തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനിയും പീച്ചി വാഴാനി രണ്ട് വന്യജീവി സങ്കേതങ്ങളും തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി 1984, പീച്ചി വാഴാനി 1958, രണ്ടും തൃശ്ശൂർ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി പറമ്പിക്കുളവും ചൂളന്നൂറും അത് രണ്ടും പാലക്കാടാണ്. പാലക്കാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഗ്രാമങ്ങളും പാടങ്ങളും ഒക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് വരുമല്ലോ. ഇപ്പോൾ തന്നെ കൊല്ലംകോടൊക്കെ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ ഇങ്ങനെ പ്രശസ്തമായി നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരും ഷെയർ ചെയ്യുന്നതൊക്കെ. ഒരു ഗ്രാമം കുറേ പറമ്പൊക്കെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ പാലക്കാട് നിൽക്കുമ്പോൾ. അപ്പോൾ പറമ്പൊക്കെ കുറേ കിടക്കുന്നു, അവിടെ പക്ഷികളൊക്കെ ഇങ്ങനെ ചൂളമടിച്ച് നടക്കുന്നു എന്നൊക്കെ ചുമ്മാ സെൻറ്റൻസ് ഓർത്ത്. പാലക്കാട് പറമ്പ്, പക്ഷികൾ ചൂളമടിച്ച് നടക്കുന്നു. പറമ്പിക്കുളം, ചൂളന്നൂർ രണ്ടും പാലക്കാടാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം, ചൂളന്നൂർ വന്യജീവി സങ്കേതം രണ്ടും പാലക്കാടാണെന്ന് ഓർത്തിരിക്കുക. പറമ്പിക്കുളം 73, ചൂളന്നൂർ 2007. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട്, ചൂളന്നൂർ വന്യജീവി സങ്കേതവും പാലക്കാട്. പറമ്പിക്കുളം 73, ചൂളന്നൂർ 2007. അടുത്തത് മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. 2010-ൽ സ്ഥാപിതമായ മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം 1973-ൽ സ്ഥാപിതമായ ഈ വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാണ്? അത് വയനാട്ടിൽ തന്നെയാണ്. വയനാട് വന്യജീവി സങ്കേതം അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട്ടിലാണെന്ന് ഓർത്തിരിക്കുക. വയനാട്. ഓക്കെ. ആറളം വന്യജീവി സങ്കേതം, കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഇവ രണ്ടും കണ്ണൂർ ജില്ലയിലാണ്. ആറളം 1984-ലാണ് സ്ഥാപിതമായത്. കൊട്ടിയൂർ 2011-ലാണ് സ്ഥാപിതമായത്. വയനാട് 73-ആണെന്നും ഓർത്തിരിക്കുക. 1973-ആണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ ആറളം വന്യജീവി സങ്കേതവും കൊട്ടിയൂർ വന്യജീവി സങ്കേതവും കണ്ണൂർ ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതവും കൊട്ടിയൂർ വന്യജീവി സങ്കേതവും കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഒറ്റ ഒരെണ്ണോടെ ഉള്ളൂ, കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. 2019-ലാണ് സ്ഥാപിതമായത്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ല. ഓക്കെ. 2019-ൽ സ്ഥാപിതമായി. അപ്പം നെയ്യാറും പേപ്പാറയും തിരുവനന്തപുരം, ചെന്തൂരണി കൊല്ലം, പെരിയാറ്, ചിന്നാറ്, ഇടുക്കി, കുറിഞ്ഞിമല ഇവയെല്ലാം ഇടുക്കി ജില്ലയിലാണ്. തട്ടേക്കാട് മംഗളവനവും എറണാകുളം ജില്ല. ചിമ്മിനി പീച്ചി വാടാനി തൃശ്ശൂർ ജില്ല. പറമ്പിക്കുളം ചൂളന്നൂർ പാലക്കാട് ജില്ല. മലബാർ കോഴിക്കോട് ജില്ല. വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് ജില്ല. ആറളം കണ്ണൂർ, കൊട്ടിയൂർ കണ്ണൂർ, കരിമ്പുഴ മലപ്പുറം ജില്ല. കരിമ്പുഴ വന്യജീവി സങ്കേതം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുവെന്നും അറിഞ്ഞിരിക്കുക. കരിമ്പുഴ ന്യൂ അമരമ്പലം. ഓക്കെ. അപ്പോൾ കേരളത്തിൽ 2019-ൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുമല്ലോ, കരിമ്പുഴ വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതെന്നൊക്കെ ചോദിക്കാം. നമ്മൾ പറഞ്ഞു ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് 4. ഇനി പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാളെന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ ആദ്യത്തെ ആളെന്നുള്ള അങ്ങനെയൊക്കെ ഐഡിയ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് എന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്യാൻ വേണേ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ പെരിയാർ ടൈഗർ റിസർവ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇത് തുടക്കത്തിൽ വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. പെരിയാറിനെ ആദ്യമേ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. 1934-ൽ ഈ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ ആരാണ് തിരുവിതാംകൂർ രാജാവ് എന്ന് PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കംപ്ലീറ്റ് ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം 1934 സ്ഥാപിതമായപ്പോൾ എന്നീ പറഞ്ഞല്ലോ. അപ്പോൾ 34 കാലഘട്ടത്തിൽ ആരാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാളാണ്. 34-ൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു തിരുവിതാംകൂർ രാജാവ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും പെരിയാറാണ്. 777 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, ആദ്യത്തെ വന്യജീവി സങ്കേതമൊക്കെ പെരിയാറാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്ര എന്ന് ചോദിച്ചാൽ 925 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925
ചതുരശ്ര കിലോമീറ്റർ ആണെന്നും ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തിടെ 2018 കണക്ക് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവും പെഞ്ച് ടൈഗർ റിസർവുമാണ്. അത് മധ്യപ്രദേശിലാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി പെരിയാർ ടൈഗർ റിസർവും പെഞ്ച് ടൈഗർ റിസർവും 2018 രാജ്യത്തെ മികച്ച 50 കടുവാ സങ്കേതങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഞാൻ പറയുവാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950. ഇനി ടൈഗർ റിസർവായി പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1982. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1992. ഒരു 4 വർഷങ്ങളെ ഞാൻ പറഞ്ഞു. അവസാനം പറഞ്ഞത് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992. ഞാൻ ഈ പറയുന്ന മൊമെൻറ്റിൽ തന്നെ അങ്ങ് മനസ്സിൽ റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് പഠിച്ചു പോകണം. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950, ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 78. എന്നാൽ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 82. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായ വർഷം 1992. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലുത് പെരിയാർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വലുത് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. വയനാട്ടിലെപ്പോഴും ആന ഇറങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്നൊക്കെ ചോദിച്ചാൽ ആനയാണെന്ന് ഓർത്തോണം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഈ വയനാട് വന്യജീവി സങ്കേതമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളമാണ്. ഇന്ത്യയിൽ 38ാമത്. 8ൻ്റെ ക്യൂബ് റൂട്ടാണല്ലോ 2. 38 8ൽ അവസാനിക്കുന്നു. ക്യൂബ് റൂട്ട് 2. കേരളത്തിൽ രണ്ടാമത്തെ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ 37 37ആണോ 38ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. 38 ക്യൂബ് റൂട്ടൊക്കെ ചുമ്മാ പറഞ്ഞത് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. ഇന്ത്യയിൽ 38. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. നമ്മൾ ഓടൊക്കെ പറഞ്ഞായിരുന്നു. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട് കേരളത്തിൽ. അതാണ് ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഈ പറമ്പിക്കുളത്തോട്ട് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്നും അറിഞ്ഞിരിക്കുക. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം എന്ന് ഓർത്തിരിക്കുക. ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010. 38ാമത് ഇന്ത്യയിൽ, കേരളത്തിൽ രണ്ടാമതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണെന്ന് ഓർത്തിരിക്കും. ഒരുപാട് പറമ്പുള്ളതുകൊണ്ട് കാട്ടുപോത്തിനെയൊക്കെ ചുമ്മാ മേയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് അങ്ങ് ചുമ്മാ ഓർത്താൽ മതി. പരീക്ഷയ്ക്ക് ഒരു സ്പാർക്ക് വന്നോളും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണുന്നത് പറമ്പിക്കുളത്താണ്. കൊല്ലം ജില്ലയിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാണ്? ചെന്തുരണി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരണി. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും ചെന്തുരണിയാണ്. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരണി. ചെന്തുരണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. അപ്പം മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം, കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം, ഇതൊക്കെ ചെന്തുരണിയാണ്. ഈ ചെന്തുരണിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. തെന്മല എവിടെയാണ്? ആ വടക്കൻ ഭാഗത്തല്ലേ. അപ്പം ചെന്തുരണിയാണെന്ന് ഓർത്തിരിക്കുക. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരണി. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ ചെന്തുരണി വന്യജീവി സങ്കേതം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. ചെന്തുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ കുളത്തുപുഴ റിസർവ് വനം. അതും ഒന്ന് ഓർത്തിരിക്കുക. കുളത്തുപുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. അപ്പം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ് ചെന്തുരണിയുടെ ശാസ്ത്രീയ നാമം. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ്
സങ്കേതമാണ് ചെന്തുരണി. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും ചെന്തുരണിയാണ്. ചെന്തുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തുപുഴ റിസർവ് വനമാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം അത് 1958 സ്ഥാപിതമായ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 1958. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ നെയ്യാറിലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതമായ നെയ്യാറിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ ചിന്നാറാണ്. ഈ ചിന്ന പിള്ളേർക്കൊക്കെ ആമകളെ കാണുമ്പോൾ കിടക്കാൻ ഭയങ്കര ഇഷ്ടമല്ല. ഇപ്പോൾ ചിന്ന പിള്ളേർ ആമ, നക്ഷത്രാമയ്ക്ക് പേര് കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ്. 1984 സ്ഥാപിതമായത്. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നത് ചിന്നാറിലാണ്. ചായും ചിന്നാറ് ചാമ്പൽ എല്ലാം വെച്ച് കണക്ട് ചെയ്യാമല്ലോ. ചാമ്പൽ മലയണ്ണാൻ ചിന്നാറിലാണ് കാണപ്പെടുന്നത്. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. നീലക്കുറിഞ്ഞിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കുറിഞ്ഞിമല സാങ്ച്വറി 2006 ഇത് വന്നത്. അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ കുറിഞ്ഞിമല സാങ്ച്വറിയാണ്. കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്ന് നീലക്കുറിഞ്ഞി അറിയപ്പെടുന്നുവെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്ന് നീലക്കുറിഞ്ഞി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണെന്ന് ഓർത്തോണം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. അതുപോലെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. 2008 ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണെന്നും ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് വന്യജീവി സങ്കേതം നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, കൊട്ടിയൂരും ആറളമൊക്കെ. അതിൽ ആറളമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. 1984 ആറളം സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിൽ. അതുപോലെ സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നാണ് ഈ ആറളം അറിയപ്പെടുന്നത്. അപ്പോൾ ആരെങ്കിലും ഒച്ച വെച്ചാൽ ആടാ ചോദിച്ച് പേടിപ്പിക്കുന്ന ഉള്ളതുകൊണ്ട് ഭയങ്കര സൈലൻ്റ് ആണെന്ന് ഓർത്തേ കണ്ണൂരെ ആറളം. ആരെങ്കിലും ഒച്ച വെച്ചാൽ ആരടാന്ന് ചോദിക്കും, അതുകൊണ്ട് സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ. ആറളമാണ് സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി. സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി ഇതൊക്കെ ആറളം വന്യജീവി സങ്കേതത്തിൽ പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണെന്ന് ഓർത്തിരിക്കുക. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ മലബാർ വന്യജീവി സങ്കേതമാണ്. കക്കയം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. മലബാർ വന്യജീവി സങ്കേതത്തിലെ കക്കയം. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഈ കക്കയമാണ്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയമാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. വർഷം 2007. അടുത്തത് ആന സംരക്ഷണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് 3 സ്ഥലങ്ങളുടെ പേരുകൾ, കായൽ തുടങ്ങുന്ന 3 സ്ഥലങ്ങളുടെ പേരുകൾ ഞാൻ പറയും. കോട്ടൂർ, കോടനാട്, കോന്നി. കോട്ടൂർ, കോന്നി, കോടനാട്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. അതുപോലെ കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോട്ടൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് കോന്നിയും കോടനാടും. കോടനാട് എറണാകുളം ജില്ലയിലാണ്, കോന്നി പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് കോന്നിയും കോടനാടും എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുപോലെ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കാം. അതൊക്കെ കോന്നിയിലാണ്. 1942 സ്ഥാപിതമായത്. പ്രശസ്തമായ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഈ ഗവി മ്യൂസിയം. അപ്പോൾ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. അതോർത്തിരിക്കുക. ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഈ ഗവി മ്യൂസിയം. ഇനി കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ, അതേപ്പറ്റി 3-4 ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാട് ജില്ലയിലാണ്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലാണ്. ആനമല
ആനമുടി ആന സംരക്ഷണ കേന്ദ്രം, പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം എന്നിവയൊക്കെ ഇടുക്കി ജില്ലയിലാണ്. 4 പ്രധാനമായും ഓർത്തിരിക്കുക. ഇത് പ്രത്യേകിച്ച് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയാണെന്ന് ഐഡിയ ലഭിക്കൂല. അത്യാവശ്യം സ്ഥലങ്ങളെ പറ്റി അറിയാവുന്നവർക്ക്. അല്ലാത്തവർ ജസ്റ്റ് 3-4 പ്രാവശ്യം ഒന്ന് വായിച്ചു പോയാൽ മതി. വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാട് ജില്ല, നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം ജില്ല, ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി ജില്ല, പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി ജില്ല. ഓക്കെ, ഇനി പക്ഷി സങ്കേതങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷി സങ്കേതങ്ങൾ നേരത്തെ നമ്മൾ വന്യജീവി സങ്കേതങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ച വന്യജീവി സങ്കേതങ്ങളുടെ പേരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പക്ഷി സങ്കേതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. കുമരകം കോട്ടയം ജില്ലയാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ കോട്ടയത്തെ കുമരകം. അപ്പം കുമരകം കോട്ടയമാണെന്ന് എല്ലാവരും ഓർത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. നേരത്തെ പാലക്കാടിനെ പറ്റി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ പറഞ്ഞായിരുന്നു. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. മംഗളവനം എറണാകുളം, കടലുണ്ടി മലപ്പുറം. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് അരിപ്പ പക്ഷി സങ്കേതം ഓർമ്മ കാണും. ഇങ്ങോട്ടുള്ളവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി തെക്കൻ ജില്ലകളിലോ വടക്കൻ ജില്ലകളിലുള്ളവർ ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പോൾ തിരുവനന്തപുരത്താണല്ലോ നമ്മുടെ മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയക്കാരും എല്ലാം കൂടുതലായിട്ടുള്ളത്. അപ്പം ഈ ഓരോ ഫണ്ടൊക്കെ ജനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടൊക്കെ ഇവർ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതി ഉള്ളവരൊക്കെ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അരിച്ച് എന്താ പറയുക, അവരുടെ പോക്കറ്റിലിട്ട് അരിച്ച് കുറച്ച് മാത്രമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് ഓർത്ത്. അപ്പോൾ അരിപ്പ വെച്ച് അരിക്കുക, അരിപ്പ തിരുവനന്തപുരത്താണ് ഈ ഇത് നടക്കുന്നത് എന്നൊക്കെ ഓർത്താൽ ചുമ്മാ അരിപ്പ തിരുവനന്തപുരത്താണെന്ന് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. ഞാൻ അടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പോൾ അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തിരുന്നോണം. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിക്കും. അത് തട്ടേക്കാടാണ്. എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. 1983 തട്ടേക്കാട് സ്ഥാപിതമായത്. ഇന്ത്യ ആദ്യമായി തട്ടേക്കയറി ലോകകപ്പ് മേടിച്ചത് 83 എന്നൊക്കെയുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ തട്ടേക്കാട് 83 സ്ഥാപിതമായത്. എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാടാണെന്ന് ഓർത്തിരിക്കുക. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് സലീം അലി പക്ഷി സങ്കേതം. സലീം അലി പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിലാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ്. ബേക്കർ ജംഗ്ഷനൊക്കെ കോട്ടയത്തല്ലേ, നിങ്ങൾക്കറിയാം. കോട്ടയത്ത് വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും. വേറെ ജില്ലകളിലും ഉണ്ട് കേട്ടോ ബേക്കറി ജംഗ്ഷനൊക്കെ. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉണ്ട്. പക്ഷേ ബേക്കർ സ്കൂളിനടുത്തുള്ള ബേക്കർ ജംഗ്ഷനൊക്കെ ഉള്ളത് കോട്ടയം ജില്ലയിലാണെന്ന് ഓർത്താൽ ബേക്കേഴ്സ് എസ്റ്റേറ്റ് കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതമാണെന്ന് കണക്ട് ചെയ്യാമല്ലോ. സോ ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം പക്ഷി സങ്കേതമാണ്. കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദേശാടന കിളികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന കിളികളുടെ പർദീസ എന്നാണ് അറിയപ്പെടുന്നത്. വേറെ ദേശത്തു നിന്ന് അന്യദേശങ്ങളിൽ നിന്നൊക്കെയുള്ള പക്ഷികളൊക്കെ കടൽ കടന്നാണ് ഇങ്ങോട്ട് വരുന്നത്, പക്ഷികൾ വരുന്നതെന്ന് ഓർത്താൽ കടൽ കടന്നാണ് ദേശാടന കിളികൾ വരുന്നതെന്ന് സെൻറ്റൻസ് ഓർത്താൽ ദേശാടന കിളികളുടെ പർദീസ കടലുണ്ടി കണക്ട് ചെയ്യാമല്ലോ. കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന കിളികളുടെ പർദീസ. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണെന്ന് ഓർത്തിരിക്കുക. അരിപ്പ പക്ഷി സങ്കേതം ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലാണെന്ന്. അതുപോലെ കേരളത്തിൽ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ പക്ഷി സങ്കേതം. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള വന്യജീവി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക ചൂലന്നൂർ. അപ്പോൾ ചൂലന്നൂർ മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതവും ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണെന്ന് നമ്മൾ കോടൊക്കെ വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെയാണല്ലോ മറ്റേ ഇത് എന്താണ് വരിക്കാശ്ശേരി മനയൊക്കെ ഉള്ളത്. വരിക്കാശ്ശേരി മന എന്ന് കേൾക്കുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ദേവാസുരത്തിലെ കഥാപാത്രമൊക്കെ ഓർമ്മ വരുന്നത് നീലകണ്ഠനാണല്ലോ. അപ്പോൾ KK നീലകണ്ഠൻ
മയിൽ സങ്കേതം ചൂളന്നൂരാണെന്ന് ആ രീതി ചെറുതായിട്ട് വളഞ്ഞു ചുറ്റി കണക്ട് ചെയ്യാമല്ലോ. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം, കെ നീലകണ്ഠൻ മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷി സങ്കേതമെന്ന് ഓർത്തിരിക്കുക. പക്ഷി നിരീക്ഷകനായിരുന്നു ഈ കെ നീലകണ്ഠൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആ ഒരു പേര് ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന് നൽകിയത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും മംഗളവനം പക്ഷി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, ഇതൊക്കെ മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, ഇവയൊക്കെ മംഗളവനം പക്ഷി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനത്തിലാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിക്കാറുണ്ട് PSC. അപ്പോൾ അത് മംഗളവനമാണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഇനി നമ്മൾ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളൂടെ പഠിക്കാൻ പോവുകയാണ്. അതോടുകൂടി ഈ ഒരു ദേശീയോദ്യാനങ്ങളും പക്ഷി സങ്കേതങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക് അവസാനിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSCയുടെ ഉത്തരസൂചിക പ്രകാരം 5ആണ്. എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 6 ദേശീയോദ്യാനങ്ങൾ ഉണ്ട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSC ഉത്തരസൂചിക പ്രകാരം 5, വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 6 ദേശീയോദ്യാനങ്ങളുണ്ട് എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണെന്ന് ഓർക്കുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഇരവികുളം, പെരിയാറ്, സൈലൻറ്റ് വാലി, മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല, ഇത്രയുമാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ. അതിൽ ഇരവികുളം ദേശീയോദ്യാനം 1978 സ്ഥാപിതമായത്. ഇരവികുളം ദേശീയോദ്യാനം 1978. പരീക്ഷയ്ക്ക് ഇനി ഈ വർഷമൊക്കെ ചോദിക്കുകയാണെങ്കിൽ 77ആണോ 78ആണോ 79ആണോ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. ഇരവികുളം അല്ലേ, കുളത്തിൽ പോയാൽ നീന്തറിയത്തില്ലേ പെട്ടുപോകുമെന്ന് ഓർത്ത്, പെട്ടുപോവുക 8, ഇരവികുളം 78 ഓർത്തിരിക്കാമല്ലോ. ഇരവികുളം 78, 1978 കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് പറയുന്നത്. അതുപോലെ പെരിയാറ് 1982 സ്ഥാപിതമായത്. 82, 8 2 പോയാൽ 6 അല്ലേ, പെരിയാറ് 6, 82 പെരിയാർ ദേശീയോദ്യാനം 1982. അതുപോലെ സൈലൻറ്റ് വാലി 1984. സൈലൻറ്റ് വാലി നിലത്തോടെ വലിച്ചുകൊണ്ട് പോവുക എന്നൊരു സെൻറ്റൻസ് ഓർത്ത്. സൈലൻറ്റ് വാലിയിലൂടെ നിലത്തോടെ വലിച്ചുകൊണ്ട് പോവുക, നിലം 4, 84 സൈലൻറ്റ് വാലി 84. ചെറിയൊരു കണക്ഷൻ ആണെങ്കിലും വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും നമുക്കൊരു സ്പാർക്ക് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, സൈലൻറ്റ് വാലി 84 സ്ഥാപിതമായത്. അപ്പോൾ ഇരവികുളം 78, പെരിയാർ 82, സൈലൻറ്റ് വാലി 84. പിന്നെ ചോലയിൽ തുടങ്ങുന്ന 3 ദേശീയോദ്യാനങ്ങളുണ്ട്. മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല, 3 അപ്പം 3 അവസാനിക്കുന്നു. 2003 3 സ്ഥാപിതമായത്. മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല 3 2003 സ്ഥാപിതമായത്. അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, പെരിയാറ്, സൈലൻറ്റ് വാലി, മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. കേരളത്തിലെ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണ് പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം, ഇടുക്കി ജില്ലയിലാണ്. 1978 സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് ഓർത്തിരിക്കുക. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975. അതുപോലെ ദേശീയോദ്യാനമായി ഉയർത്തിയ വർഷം 1978. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഇരവികുളവുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്തിരിക്കണം. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമാക്കി മാറ്റിയത് 75. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമാക്കി മാറ്റിയത് 75, ദേശീയോദ്യാനമായി മാറ്റിയത് 78. അതുപോലെ അവിടെ സംരക്ഷിക്കുന്ന മൃഗം വരയാടാണ്. വന്യജീവി സങ്കേതമാക്കി മാറ്റിയത് 75, ദേശീയോദ്യാനമാക്കി മാറ്റിയത് 78, സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണെന്നും ഓർത്തിരിക്കുക. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ 97 സ്ക്വയർ കിലോമീറ്ററിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം അത് യഥാർത്ഥത്തിൽ പെരിയാർ ദേശീയോദ്യാനമാണ്. പെരിയാറിൻ്റെ വിസ്തീർണ്ണം 350 സ്ക്വയർ കിലോമീറ്ററാണ്. എന്നാൽ PSCയുടെ ഉത്തരസൂചികയിൽ പലപ്പോഴും സൈലൻറ്റ് വാലി വരാറുണ്ട്. സൈലൻറ്റ് വാലിക്ക് 237 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത PSCയുടെ ഉത്തരസൂചികയിൽ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ 2 മിക്കപ്പോഴും തരാറില്ല അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുക. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം യഥാർത്ഥത്തിൽ പെരിയാറാണ്. എന്നാൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം സൈലൻറ്റ് വാലി ദേശീയോദ്യാനമാണ്. കേരളത്തിലെ നിത്യഹരിത വനം എന്നാണ് സൈലൻറ്റ് വാലി അറിയപ്പെടുന്നത്. നിത്യഹരിത വനം, കേരളത്തിലെ നിത്യഹരിത വനം എന്ന് സൈലൻറ്റ് വാലി അറിയപ്പെടുന്നു. കേരളത്തിലെ ഏക കന്യാവനം എന്നും സൈലൻറ്റ് വാലി അറിയപ്പെടുന്നു.
കേരളത്തിലെ നിത്യഹരിത വനമെന്നും കേരളത്തിലെ കന്യാവനമെന്നും സൈലൻറ്റ് വാലി അറിയപ്പെടുന്നു. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം, ഇതൊക്കെ സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും സൈലൻറ്റ് വാലിയാണെന്ന് ഓർത്തിരിക്കുക. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയുടെ താലൂക്ക് മണ്ണാർക്കാടാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണെന്ന് ഓർത്തിരിക്കുക. ഈ സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 ഓർത്തിരിക്കുക. കേരളത്തിലെ നിത്യഹരിത വനം, കേരളത്തിലെ ഏക കന്യാവനം, ഇവയൊക്കെ സൈലൻറ്റ് വാലിയാണ്. ഏറ്റവും വലിയ മഴക്കാടും കേരളത്തിലെ സൈലൻറ്റ് വാലിയാണ്. അത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007 ഓർത്തിരിക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സൈലൻറ്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ ചീവീടുകളില്ല, അതുകൊണ്ടാണ് സൈലൻറ്റ് വാലി എന്ന പേര് വന്നത്. ഇത് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. ചീവീടുകളില്ലാത്തതുകൊണ്ടാണ് സൈലൻറ്റ് വാലി എന്ന പേര് വന്നത്. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം. സൈലൻറ്റ് വാലി മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ, സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയാണെന്നും ഓർത്തിരിക്കുക. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. അതുപോലെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി 1985 രാജീവ് ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം. തൂവാനം വെള്ളച്ചാട്ടം ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ. തൂവാനം വെള്ളച്ചാട്ടം ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചു. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിലാണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമലയാണ്. അതുപോലെ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ, അതുപോലെ മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. പന്നിയാറിൻ്റെ പോഷക നദികളാണ് ഇവയൊക്കെ. അപ്പോൾ ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ ഇവയൊക്കെ മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. 1.32 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണെന്നും ഓർത്തിരിക്കുക. യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. ഈ ഒരു ഭാഗം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയുവാണ്. ഇത് ഒരു കഥ പോലെ കേട്ടിരുന്ന് പഠിച്ചു പോകാവുന്ന സംഭവമേ ഉള്ളൂ ഈ ഒരു കേരള ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട, കാണാതെ പഠിച്ചു പോകേണ്ട ചില വർഷങ്ങളും ചില ടേംസും ഒക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ചും അതുപോലെ ഞാൻ പറയുന്ന കോഡുകൾ മതിയെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചും ഒന്ന് ആ മൊമെൻറ്റിൽ തന്നെ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചു പോകുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഈ ക്ലാസ്സൊക്കെ കേട്ട് തീരുന്ന സമയം കൊണ്ട് തന്നെ ഈ ടോപ്പിക്കെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രം. ഒരു കഥ പോലെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ പയ്യെ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ഒരു 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴാണ് യൂറോപ്യന്മാർ പയ്യെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് വ്യാപാരത്തിനായി. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തി. ഇതിനു മുമ്പ് ചൈനക്കാരും അറബികളും ഒക്കെ വ്യാപാരത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ചൈനക്കാരും അറബികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും.
ചൈനക്കാരും 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പം യൂറോപ്യന്മാർ വന്നു തുടങ്ങി. ഇനി യൂറോപ്യന്മാരിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. നമ്മൾ ഈ മലയാള സിനിമയിലെ പഴയ കേരള ചരിത്രമൊക്കെ പറഞ്ഞ സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ ഉറുമിയാണെങ്കിലും കുഞ്ഞാലിമരക്കാരാണെങ്കിലും പറങ്കികളുമായിട്ടുള്ള പ്രശ്നമാണല്ലോ. പറങ്കികൾ നമ്മുടെ മണ്ണിൽ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് ഈ നമ്മുടെ ഇങ്ങോട്ട് വന്നത് ഉമ്മാരാണ്, ഈ പറങ്കികളാണ്, പോർച്ചുഗീസുകാരാണ്. അതുകൊണ്ടാണ് മിക്കതിലും ആദ്യം പറങ്കികളുമായിട്ടുള്ള പ്രശ്നം കാണിക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ആദ്യം എത്തിയത്. ഇന്ത്യയിൽ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായിട്ട് തന്നെ PSC പരീക്ഷ ചോദിക്കാറുണ്ട്. പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗ്ഗം എത്തിയവരുമായിട്ട് ബന്ധപ്പെട്ട് കാ കൂട്ടി തന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗ്ഗം കച്ചവടത്തിനല്ലേ എത്തിയത്. കച്ചവടത്തിന് എത്തുമ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷ എന്താണ്, നല്ലൊരു ഹോപ്പ് ഉണ്ടല്ലോ, അല്ലേ, നല്ല രീതിയിൽ കച്ചവടം നടത്താം എന്നൊക്കെയുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ, ഗുഡ് ഹോപ്പ് കാണുമല്ലോ. അപ്പോൾ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർക്ക് ഒരു ഗുഡ് ഹോപ്പ് ഉണ്ടായിരുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, ആ പോയിന്റ് കണക്ട് ചെയ്യാമല്ലോ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. ഇനി 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത് മൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നു. 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത്. വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി, കോൺസ്റ്റാന്റിനോപ്പോൾ എന്ന വാക്ക് ആരംഭിക്കുന്നത് C എന്ന അക്ഷരത്തിലാണല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3ാമത്തെ ആൽഫബറ്റ് ആണല്ലോ C. 1453 അത് 3-ലാണല്ലോ അവസാനിക്കുന്നത്. സോ 453 ഉറപ്പിക്കാമല്ലോ. 453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത്. അതുമൂലമാണ് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗ്ഗം ഇവർക്ക് കണ്ടുപിടിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പം കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തിയായ ഈ പോർച്ചുഗീസുകാർ. ഓക്കെ, ഇനി നമ്മൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട വാസ്കോഡ ഗാമയുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. മിക്ക സിനിമകളിലും വാസ്കോഡ ഗാമയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് ക്രൂരനാണ്, മോശപ്പെട്ട കാര്യങ്ങളും പല രീതിയിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മോശമായിട്ട് തന്നെ പുള്ളി എടുക്കാം. എൻ്റെ മനസ്സിൽ പുള്ളി ഇങ്ങനെ മോശമായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മിക്ക രീതിയിൽ അങ്ങനെയൊക്കെ ആണല്ലോ. പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാണ്, സിനിമകളും കഥകളൊക്കെ ഉണ്ട്, ചരിത്രമൊക്കെ വെച്ച് നമുക്കറിയാമല്ലോ. വാസ്കോഡ ഗാമ കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാലും വാസ്കോഡ ഗാമയാണ്. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്, ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചു. എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്ന്. വർഷം 1497. വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ കണക്ഷൻ ഞാൻ പറയാം. അപ്പോൾ ലിസ്ബണിൽ നിന്നാണല്ലോ യാത്ര ആരംഭിച്ചത്. 97, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 497 7 തിരിച്ചിട്ടാൽ L എന്ന് വായിക്കാൻ പറ്റില്ലേ. Lലാണല്ലോ ലിസ്ബൺ തുടങ്ങുന്നത്. ലിസ്ബണിൽ നിന്ന് 97 ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ എത്തിയത് 98. ഇന്ത്യക്ക് 8ൻ്റെ പണി നൽകാൻ 98 എത്തി. 7 യാത്ര ആരംഭിച്ചു. ഒരു വർഷം കഴിഞ്ഞ് 98 എത്തി. അപ്പം ഇന്ത്യക്ക് 8ൻ്റെ പണി കിട്ടാൻ തുടങ്ങിയത് ഈ ഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ തൊട്ടാണല്ലേ. അപ്പോൾ ചരിത്രം തന്നെ മൊത്തത്തിൽ മാറിയത്. ഇന്ത്യക്ക് പണി കിട്ടാൻ തുടങ്ങിയത് ഗാമ വന്നപ്പോൾ തൊട്ടാണെന്ന് ഓർത്ത്. ആ രീതിയിൽ പണി കിട്ടാൻ തുടങ്ങിയത് പണിക്കർ ഗാമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. അപ്പോൾ 98 പയ്യെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് 8ൻ്റെ പണി കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ പണിക്കർ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോയിന്റ് പറഞ്ഞു. ചരിത്രം തന്നെ വാസ്കോഡ ഗാമ വരുന്നതുകൊണ്ട് മാറി മറിഞ്ഞു വന്നു. സർദാർ KM പണിക്കർ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണ് എന്നഭിപ്രായപ്പെട്ടു സർദാർ KM പണിക്കർ. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് KM പണിക്കർ അഭിപ്രായപ്പെട്ടു. അതുപോലെ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് എന്ന് ആരാണെന്ന് ചോദിക്കാം. അത് മാനുവൽ ഒന്നാമനാണ്. ഇത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കോഡ് വെച്ച് തന്നെ ഞാൻ പറയാം. വാസ്കോഡ ഗാമ നമ്മുടെ മനസ്സിൽ ദുഷ്ടനാണല്ലോ, ഒരു ദുഷ്ടനായ കഥാപാത്രം എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്രം വെച്ച്. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഇങ്ങോട്ട് അയച്ച രാജാവിനോടുള്ള കലി മൂലം ആ മാകൂട്ടി പേരുള്ള ഒരു രാജാവ് ഇങ്ങോട്ട് അയച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം തന്നെ ഇങ്ങോട്ട് എടുക്കാം. മാകൂട്ടി പേരുള്ള മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. ഒരു മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞാൽ മത്തങ്ങാത്തലൈൻ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. മത്തങ്ങാത്തലൈൻ, മാകൂട്ടി പേരുള്ള രാജാവായ മത്തങ്ങാത്തലൈനായ മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ചത് മൂലമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 8ൻ്റെ പണി നൽകാൻ 98 1498
മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 98 8ൻ്റെ പണി നൽകും. ഇപ്പം പണി കൊടുക്കുന്നത് ഇപ്പം പുള്ളി പലരെ അടിമകളാക്കണമെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അടിയൊക്കെ കൊടുത്താലേ അടിമകളാക്കുന്നത്. ശരീരത്തിന് കേട് വരുത്തി മെയ്ക്ക് കേട് വരുത്തി. അപ്പം മെയ്യിലേക്ക് വന്നെത്താലോ 1498 മെയ്യിലാണ്. പിന്നെ 20 ഓർക്കുക, 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങിയത്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒത്തിരി പഠിച്ചിട്ടുള്ളതല്ലേ, കോഴിക്കോട് എവിടെയാണ്? കാപ്പാടാണ് വന്നിറങ്ങിയത്. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട്ടെ കാപ്പാടാണ് വന്നിറങ്ങിയത്. കോഴിക്കോട്ടെ കാപ്പാട്. ഓക്കെ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര്, ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, രണ്ടും ഗായിൽ തുടങ്ങുന്നു. സഞ്ചരിച്ച ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെൻറ്റ് ഗബ്രിയൽ. ഓർത്തിരിക്കുക, വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, ഗാമ ഗബ്രിയൽ. അടുത്ത പോയിന്റ്, ഇനി ഒരു ടൈം ലൈനാണ് പറയാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾ, ഈ വർഷങ്ങളെല്ലാം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞു 97 പുള്ളി യാത്ര ആരംഭിച്ചത്. ലിസ്ബണിൽ നിന്ന് 7, അങ്ങനെ 7 ഉറപ്പിക്കും. ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെത്തി 98. അടുത്ത വർഷം തന്നെ പുള്ളി തിരിച്ചു പോയി, 99 തിരിച്ചു പോയി. 98 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തി. നെക്സ്റ്റ് വർഷം 99 വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ 3 വർഷങ്ങൾ പറഞ്ഞല്ലോ. 97 പുറപ്പെട്ടു, 98 ഇന്ത്യയിലെത്തി, 99 മടങ്ങിപ്പോയി. 99 തീർന്നു. ഒരു 3 കൂടെ ആഡ് ചെയ്യുക. 99 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 502 ആയല്ലോ. 1502 വീണ്ടും എത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. അല്ലെങ്കിൽ 1500കളിലാണ് രണ്ടാമതായി എത്തിയെന്നറിയാവുന്നവർക്ക് 1500കളുടെ രണ്ടാമത്തെ വർഷമാണ് രണ്ടാമതായി എത്തിയെന്ന് ഓർത്താലും മതി. 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. ഇനി 24 അദ്ദേഹം അന്തരിച്ചത്. ആ വർഷം തന്നെയാണ് പുള്ളി മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത്. 1524 വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തിയത്. പോർച്ചുഗീസ് വൈസ്രോയിയായി ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524. ഒന്നുകൂടെ പറയാം, പോർച്ചുഗീസ് വൈസ്രോയിയായി ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524. 24 ഒരു ദിവസമായിട്ട് അങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് ഒരു വർഷത്തിലെ ഏറ്റവും അവസാന ദിവസം, അവസാനവുമായി ബന്ധപ്പെട്ടതാണല്ലോ മരണമാണല്ലോ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ സംഭവം. അപ്പം മരണം അവസാനം, ഒരു വർഷത്തിലെ അവസാന മാസം ഡിസംബർ. അപ്പം അവസാന ദിവസമായി എന്നോർത്തി. അപ്പം ഡിസംബറിൽ 24 അങ്ങോട്ട് എഴുതി. ഡിസംബർ 24 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അവസാനമായി ശ്വാസം വലിച്ച് അന്തരിച്ചു എന്നൊക്കെ, അങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് ഓർക്കുക. അപ്പോൾ 24 ഡിസംബർ 24 1524. ഇടയ്ക്ക് 900 വരുന്നുണ്ടോ. നമ്മൾ 900 കൂടുതൽ പഠിപ്പിച്ച് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. ഇനി 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 39. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. 39 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. 97 പുറപ്പെട്ട് 98 ഇന്ത്യയിലെത്തി. 99 തിരിച്ചു പോയി. 3 വർഷം കഴിഞ്ഞ് 502 രണ്ടാമത് വീണ്ടും വന്നു. പിന്നെ 24 അവസാനമായിട്ട് വന്നു വൈസ്രോയി ആയിട്ട്. 24 തന്നെ ഡിസംബർ 24 അന്തരിച്ചു. 39 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ. ഇനി മറ്റു കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത് വാസ്കോഡ ഗാമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്, ഈ പോർച്ചുഗീസുകാർ. അപ്പം പുള്ളിയുടെ യാത്രയ്ക്ക് എത്രമാത്രം ചിലവായോ അതിൻ്റെയൊക്കെ 60 ഇരട്ടി ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നും കൊള്ളയടിക്കുമായിരുന്നല്ലേ ഇമാരെല്ലാം, ഈ പോർച്ചുഗീസും അതുപോലെ പിന്നെ വന്നവരെല്ലാം. അപ്പോൾ 60 ഇരട്ടിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അതുപോലെ മാനുവൽ രാജാവ് പുള്ളിക്ക് ഇത്രയും ഇവിടുന്ന് കൊണ്ടുപോയില്ല. അപ്പോൾ അതുകൊണ്ട് ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി പുള്ളിക്ക് നൽകി. മാനുവൽ രാജാവ് ഗാമയ്ക്ക് പ്രഭു എന്ന പദവി നൽകി. മാനുവൽ രാജാവ് ഗാമയ്ക്ക് നൽകിയ പദവി ഏതാണ്? ഇതിന് ശേഷം ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി നൽകി. ഡോം പദവി നൽകി ഗാമയ്ക്ക് മാനുവൽ രാജാവ് ഡോം പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നാണ് ഈ വാസ്കോഡ ഗാമ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഡോം പദവിയൊക്കെ നൽകി മാനുവൽ രാജാവ് അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ഇന്ത്യൻ ഓഷനിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന്
മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ലിസ്ബണിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞൊരു പോയിന്റ് പഠിച്ചല്ലോ നമ്മൾ 39 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ആ പോയിന്റ് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ. അതുപോലെ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലാണ് യാത്ര തിരിച്ച് ലിസ്ബണാണെന്ന് വെച്ചാൽ ലിസ്ബണോട് കണക്ട് ചെയ്യാമല്ലോ. പക്ഷേ കത്തീഡ്രലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ജെറോണിമസ് കത്തീഡ്രൽ 2 പോയിന്റ് BSc പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് കൊച്ചിയിലെ പുള്ളിയുടെ ശവശരീരം ആദ്യം അടക്കിയത്. അതിനുശേഷം അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അടക്കിയത് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ, കൊച്ചിയിലെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ്, പോർച്ചുഗലിലെ ആണെങ്കിൽ ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗോവയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനായിരുന്നു ബർത്തലോമിയോ ഡയസ്. ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയാണ്? ആഫ്രിക്കയിൽ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചാൽ 1498 അത് സഞ്ചരിച്ച ബർത്തലോമിയോ ഡയസ് ആണ്. ബർത്തലോമിയോ ഡയസ്. ഹോപ്പ് എന്ന് പറയുന്നത്, ഡയസ് എന്ന് പറയുന്നത് മറ്റേ ഇങ്ങനെ കറക്കിയിടുന്ന സംഭവമില്ല. അപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇത് വീഴും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇപ്പം കോയിൻ ടോസ് ചെയ്യുവാണെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടോസ് വീഴും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഹോപ്പ് ഡയസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. ബർത്തലോമിയോ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പെഡ്രോ അൽവാരസ് കബ്രാളുമായി ബന്ധപ്പെട്ടതാണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോസ് അൽവാരസ് കബ്രാൾ. പിൻഗാമിയായി കബ്രാൾ, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി കബ്രാൾ. പിൻഗാമി കബ്രാൾ. ഓർത്തിരിക്കുക, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോസ് അൽവാരസ് കബ്രാൾ. 1500-കളിൽ കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും കബ്രാളാണ്. കൊച്ചിയിലെ പണ്ടകശാല, കൊച്ചിയിലാണല്ലോ പണ്ടകശാല, കൊച്ചിയിലെ പണ്ടകശാല, കൊച്ചി കായിൽ തുടങ്ങുന്നു. കബ്രാൾ, കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി 1500-ലെത്തിയ നാവികനാണ് കബ്രാൾ. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ചതും പെഡ്രോ അൽവാരസ് കബ്രാളാണ്. അടുത്തത് പോർച്ചുഗീസ് വൈസ്രോയിമാരുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ആദ്യത്തെ വൈസ്രോയി നമ്മൾ പഠിക്കുന്ന അൽമേഡയാണല്ലോ. ആദ്യത്തെ അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. നീലജല നയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് നീലജലം കിടക്കുന്നത്? നമ്മുടെ കടലിലാണ്. അപ്പോൾ കടലിൽ ശക്തമായ നാവികപ്പട ഉണ്ടെങ്കിലേ ഉള്ളൂ മറ്റുള്ളവരെയൊക്കെ കീഴടക്കി ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നയമാണ് നീലജല നയം. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ സൗത്ത് ചൈന സിയോ ഏതാണ്, ഇവിടെ ഒരു കടലിൽ പ്രശ്നമുണ്ടല്ലോ. ഈ ചൈന അവിടെ കൂടുതൽ ആരെ സമ്മതിക്കുന്നില്ല,
അമേരിക്ക എപ്പോഴും ചൈനയായിട്ട് ആ രീതിയിൽ പ്രശ്നമുണ്ടല്ലോ കടൽ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം പ്രശ്നം ഇതാണ്, എല്ലാ എക്കണോമിയാണ് വ്യാപാരം. കടലെല്ലാം കീഴടക്കി വെച്ചാൽ വ്യാപാരം അവന്മാർക്ക് അനുകൂലമായി മാറും, അവന്മാർ കാശുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം വ്യാപാരവും കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. സോ അതുമായി ബന്ധപ്പെട്ടതാണ് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ആദ്യത്തെ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെ നീലജല നയമാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡയാണ് നീലജല നയം നടപ്പിലാക്കിയത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ, ഓരോ ക്ലാസ്സുകളും ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മാത്രം നിങ്ങളധികം സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട. കാരണം ഓരോന്നും ഇപ്പം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ, അതൊക്കെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നിങ്ങളൊരു ഒറ്റ പേജിലടങ്ങുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. അത് നമ്മളിവിടെ തന്നെ ക്ലാസ് ഇടും, അത് പഠിച്ചിട്ട് പോയാൽ മതി. ബാക്കിയുള്ളതൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ പ്രസൻ്റ് ആയിട്ടുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ തന്നെ ഇടുന്നതാണ്. അത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. വിവരാവകാശ കമ്മീഷനെ പറ്റിയുള്ള പഠനം ആരംഭിക്കുന്നത് തന്നെ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു ലോയിൽ നിന്നാണ്. എന്താണെന്ന് പറയാം. അതിനു മുമ്പ് എന്താണ് ഈ വിവരാവകാശം? നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ് ഭരണാധികാരികളെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ഭരണാധികാരികളും അതുപോലെ ഈ ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാപനങ്ങളിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ ഒരു പൗരന് അവകാശമുണ്ട്. അത് അറിയാൻ വേണ്ടി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വിവരാവകാശം എന്ന് പറയുന്നത്. ബേസിക് ഐഡിയ അതാണ്, അത്രയേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. പിന്നെ കുറച്ച് ചില കാര്യങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പോലെ സെൻറ്റൻസുകളും, പിന്നെ കുറച്ച് ഡേറ്റുകളും, പിന്നെ കുറച്ച് ആർട്ടിക്കിൾസും വർഷങ്ങളും, അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടതുണ്ട്. ആ ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുള്ള റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ പറഞ്ഞ് പഠിച്ചു പോവുക. മനസ്സിലാക്കിയിരിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ പോലെയുള്ള സെൻറ്റൻസുകൾ അതിൻ്റെ കാമ്പ് എന്താണെന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് ഈ വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ പഠിച്ചോണം. ആദ്യം വിവരാവകാശ നിയമത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. കാരണം എന്താണ് ഈ ഇവിടെ ഇരിക്കുന്നവർ, സർക്കാർ ജോലിക്കാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശം ഉണ്ടെങ്കിൽ, എല്ലാം ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അഴിമതിയൊന്നും അധികം നടക്കത്തില്ലല്ലോ. നമ്മുടെ ഇവിടെ എന്തൊക്കെ ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞാലും പരിപാടി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാലും വിവരാവകാശ നിയമമാണ്. സിമ്പിളായിട്ട് അതിൻ്റെ അഴിയുള്ളവർക്ക് ഉത്തരം എഴുതാമല്ലോ. എന്നോട് സെൻറ്റൻസ് പറയാം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോവാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക. ഇത് രണ്ടുമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മനസ്സിലാക്കി പോയാൽ മതി. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏത് എന്ന് PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് സ്വീഡനാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം ലോകത്തിലാദ്യമായി പാസ്സാക്കിയത് സ്വീഡനാണ്. ഡെൻ എന്ന് പറയുന്ന ഒരു ഗുഹ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പം ഒരു ഗുഹയ്ക്കകത്തിരുന്നാൽ പുറത്ത് നടക്കുന്ന എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല, ഒരു വിവരം ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ ഗുഹയ്ക്കകത്ത് പോയാൽ ഒരു വിവരം ഉണ്ടാകത്തില്ല പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി. സോ ഡെന്നിൽ നിന്ന് പുറത്ത് വരണം. ഡെന്നിൽ നിന്ന് പുറത്ത് വരാൻ ആദ്യം ഒരു നിയമം വിവരം കിട്ടാൻ വേണ്ടി ആദ്യം നിയമം പാസ്സാക്കിയ സ്വീഡനാണെന്ന് ഓർത്തി. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. അത് 1997 വിവരാവകാശ നിയമം പാസ്സാക്കിയ തമിഴ്നാടാണ്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 1997. തമിഴ്നാട് കൂടാതെ രാജ്യത്ത് വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് പാസ്സാക്കിയ ഒരുപാട് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ഒക്കെ ഉണ്ട്.
ഗോവയും തമിഴ്നാടിനോടൊപ്പം 1997 പാസ്സാക്കി. പക്ഷേ ആദ്യമായി പാസ്സാക്കിയത് തമിഴ്നാടാണ്. അതുപോലെ രാജസ്ഥാൻ 2000 പാസ്സാക്കി, കർണാടക 2000 പാസ്സാക്കി, ഡൽഹി 2001 പാസ്സാക്കി, അസം 2002 പാസ്സാക്കി, മഹാരാഷ്ട്ര 2002 പാസ്സാക്കി, മധ്യപ്രദേശ് 2003 പാസ്സാക്കി, ജമ്മു കാശ്മീർ 2004 പാസ്സാക്കി. അങ്ങനെ ഒരുപാട് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ പാസ്സാക്കുന്ന പോലെ തന്നെ സംസ്ഥാനങ്ങൾ അതിനു മുമ്പ് പാസ്സാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഞാനിപ്പം. അപ്പോൾ ആദ്യം പാസ്സാക്കിയതാണ് ഏറ്റവും പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്, അത് തമിഴ്നാടാണ്. പിന്നെ വിവരാവകാശ നിയമത്തിന് ഒരു കോട്ടുണ്ട് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് എന്ന്. അത് വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 വിവരാവകാശ നിയമത്തിൽ 6 അധ്യായങ്ങളാണ് ഉള്ളത്. ഓർത്തിരിക്കുക, വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. അതുപോലെ ആകെ വകുപ്പുകൾ 31 വകുപ്പുകളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 31 വകുപ്പുകളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 ഇത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതും 2005 ഒക്ടോബർ 12 അപ്പം വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 ഇത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതും 2005 ഒക്ടോബർ 12 ഓർത്തിരിക്കുക. ഒറ്റവട്ടോടെ പറയാം, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15, നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതും 2005 ഒക്ടോബർ 12. അതുപോലെ തന്നെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ 2005 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് എന്തായാലും നമ്മൾ ഓർത്തിരിക്കണം. വിവരമുള്ളവനെ പഞ്ച് ഡയലോഗ് പറയാൻ പറ്റൂ. എല്ലാവരുടെയും വായടപ്പിക്കുന്ന പഞ്ച് ഡയലോഗ് പറയാൻ വിവരം വേണം. വിവരം പഞ്ച് 5 2005 ഉറപ്പിക്കാമല്ലോ. സോ 2005 6 എന്നുള്ള കൺഫ്യൂഷൻ അങ്ങ് മാറും. 2005 ഒക്ടോബർ, ഒക്കത്തിനും വിവരം വന്ന് പഞ്ച് ഡയലോഗ് പറഞ്ഞതെന്ന് ഓർത്തല്ലോ. ഒക്കത്തിനും ഒക്ടോബർ 2005 ഒക്ടോബറിലേക്ക് എത്താമല്ലോ. ഇതിൻ്റെ 12 അങ്ങ് ഓർത്തിരുന്നാൽ മതി. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 ഷെഡ്യൂളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 എന്ന് ഓർത്തിരിക്കുക. കമ്മീഷൻ്റെ സത്യപ്രതിജ്ഞയാണ് ഷെഡ്യൂൾ 1. വിവരാവകാശ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഇതാണ് ഷെഡ്യൂൾ 2. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2. കമ്മീഷൻ്റെ സത്യപ്രതിജ്ഞയാണ് ഷെഡ്യൂൾ 1. വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഇതാണ് ഷെഡ്യൂൾ 2. അതുപോലെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി, വളരെയധികം വിവരമുള്ള ഒരു രാഷ്ട്രപതി തന്നെയാണ് അതിൽ ഒപ്പുവെച്ചേക്കുന്നത്. എല്ലാവരും വിവരമുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കൊക്കെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള ചിലരുണ്ടല്ലോ. അതുപോലെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കും ഒരു വ്യക്തിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം അല്ലേ. അതുപോലെ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ആ സമയത്ത് 2005 ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാമാണ് പ്രസിഡന്റ്. ഓക്കെ, വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദം, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് പറയുന്നത് ഈ 19(1)(a)യിലാണ്. അതുമായി ബന്ധപ്പെടുത്തിയാണ് വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് അനുച്ഛേദം 19(1)(a) പ്രകാരമാണ്. ഓക്കെ, ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002
2. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അരുണ റോയ് ആണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. അപ്പോൾ ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരൂടെ അക്കൂട്ടത്തിൽ ഓർത്തിരിക്കണം, അരുണ റോയ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഇതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയ്. ഒറ്റവട്ടോടെ പറയാം, വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ്. അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണെന്നും ഓർക്കുക. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ് എന്നും അറിഞ്ഞിരിക്കുക. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോഡ് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എത്ര എന്ന് ചോദിച്ചാൽ 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോഡ് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപയാണെന്ന് ഓർത്തിരിക്കുക. 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ് എന്ന് ചോദിച്ചാൽ BPLകാർക്കാണ്. ബിലോ പോവേർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ഫീസ് നൽകേണ്ട ആവശ്യമില്ല. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്ര എന്ന് അറിഞ്ഞിരിക്കണം. ഒരു ദിവസത്തേക്ക് 250 രൂപ വെച്ച് പിഴ അടയ്ക്കണം. അപ്പോൾ ഈ തുകയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. 250 രൂപ വെച്ചാണ് ആൾ പിഴ അടയ്ക്കേണ്ടത്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 250 രൂപ വെച്ച് പിഴ അടയ്ക്കണം. പരമാവധി പിഴ 25,000 രൂപ വരെയാണ്. പരമാവധി പിഴ 25,000 രൂപ വരെയാണ്. അപ്പം ഒരാൾക്ക് ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം കാര്യങ്ങൾ അറിയാൻ വേണ്ടി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അല്ലെങ്കിൽ അതിലൊട്ടിക്കേണ്ട കോഡ് ഫ്രീ സ്റ്റാമ്പിൻ്റെ വില 10 രൂപയാണ്. BPLകാർക്ക് ഫീസില്ല, ഇതിനകത്ത് ഫീസില്ല. അതുപോലെ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ദിവസം 250 വെച്ച് അങ്ങനെ പിഴ അടയ്ക്കണം. അങ്ങനെ മാക്സിമം 25,000 വരെ ആ ഒരു പിഴ പോകാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു ദിവസം 250 രൂപ പിഴ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപ. പരമാവധി പിഴ 25,000 രൂപ വരെ പോകാമെന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഫീസുകൾ ഞാനിപ്പോൾ പറയുവാണ്. A4 അല്ലെങ്കിൽ A3 പേജിൽ വിവരം ലഭിക്കാൻ പേജ് 1-ന് 2 രൂപ. പേജ് 1-ന് 2 രൂപ വെച്ച് വേണം A4 അല്ലെങ്കിൽ A3 പേജിൽ വിവരം ലഭിക്കാൻ. വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കണമെങ്കിൽ അതിനായി ചിലവാകുന്ന തുക എത്രയാണോ അതാണ് ഫീസ്. വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ അതിനായി ചിലവാകുന്ന തുക. ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഡിസ്ക് 1-ന് 50 രൂപ. ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഡിസ്ക് 1-ന് 50 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റും 10 രൂപ വീതം നൽകേണ്ടതുമാണ്. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ 1 മണിക്കൂർ 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതം നൽകേണ്ടതുമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം, വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റും 10 രൂപ നൽകേണ്ടതുമാണ് എന്നും അറിഞ്ഞിരിക്കുക. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് നിരക്കുകൾ. A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാക്കാൻ പേജ് 1-ന് 3 രൂപയാണ്. നേരത്തെ 2 രൂപയായിരുന്നു. CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കാൻ 75 രൂപയാണ്. നേരത്തെ 50 രൂപയായിരുന്നു. അപ്പോൾ കേരളം എല്ലാം കൂട്ടി കേരളത്തിൻ്റെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് A4 സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ 3 രൂപ. അതുപോലെ CD അതുപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിൽ 50-ൽ നിന്ന് അവർ 75 രൂപയാക്കി കൂട്ടിയെന്നും അറിഞ്ഞിരിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടത് എന്നറിഞ്ഞിരിക്കണം. പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്
അപ്പീൽ നൽകേണ്ടത്? വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി ആർക്കാണ് അപ്പീൽ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്. രണ്ടാം അപ്പീൽ നൽകേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്. അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥന് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്നും അറിഞ്ഞിരിക്കുക. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് അന്തിമം. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ഏത്, അല്ലെങ്കിൽ കോടതി താഴെ കൊടുത്തിരിക്കുന്നവർ ഏത് എന്നൊക്കെയുള്ള രീതി ചോദ്യം വരാം. ഓർക്കുക, സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമല്ലാതെ വേറൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച് ഒരു കേസുകളിലും ഇടപെടാൻ അധികാരമില്ല എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഇടപെടാൻ അധികാരമുള്ളൂ. കേന്ദ്ര ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കുക. വിവരാവകാശ ഫീസ് അടയ്ക്കുന്ന രീതികളാണ് ഇനി പറയാൻ പോകുന്നത്. കോർട്ട് ഫീ സ്റ്റാമ്പ് വഴി. കോർട്ട് ഫീ സ്റ്റാമ്പ് വഴി ഗവൺമെൻറ് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഗവൺമെൻറ് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. അപ്പം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ ഫീസ് അടയ്ക്കാം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാം. DD അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാം. പോസ്റ്റൽ ഓർഡർ വഴി ഫീസ് അടയ്ക്കാം. അപ്പോൾ വിവരാവകാശ ഫീസ് അടയ്ക്കുന്ന രീതികൾ കോർട്ട് ഫീ സ്റ്റാമ്പ് വഴി, ഗവൺമെൻറ് ട്രഷറി വഴി അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ ഓഫീസിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴി, പോസ്റ്റൽ ഓർഡർ വഴി, ഇത്രയും രീതികളിൽ ഫീസ് അടയ്ക്കാമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതൊക്കെ എന്നാണ് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, അതുപോലെ രേഖകൾ, ഉപദേശങ്ങൾ, ലോഗ് ബുക്ക്, പ്രമാണങ്ങൾ, ഉത്തരവുകൾ, പത്രക്കുറിപ്പ്, പിന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതി വിവരക്കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ. അതുപോലെ സർക്കുലർ, കരാറുകൾ, സാമ്പിളുകൾ, മെമ്മോകൾ, റിപ്പോർട്ടുകൾ, മാതൃകകൾ, ഇതൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പ്, മാതൃകകൾ, അതുപോലെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതി വിവരക്കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ, ഇവയൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതൊക്കെ കാണാതെ പഠിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി വിവരാവകാശ നിയമപ്രകാരം ഓരോ ടേമിൻ്റെ നിർവചനങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ. വിവരം എന്നതിൽ കയ്യെഴുത്ത് പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. അപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ നിയമപ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ലോ പ്രകാരം, വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൽ കയ്യെഴുത്ത് പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് കിളി പോയി കാണും. ഓർ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. എല്ലാം ഏകദേശം ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കയ്യെഴുത്ത് പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ,
ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഈ വിവരത്തിൽ ഇൻഫർമേഷനിൽ ഉൾപ്പെടുന്നു. നിലവിലുള്ള ഏതെങ്കിലും നിയമം വഴി ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ വിവരങ്ങൾ ഏതെങ്കിലും ഒരു പൊതു സ്ഥാപനത്തിന് പരിശോധിക്കാൻ അധികാരമുണ്ടെങ്കിൽ ആ സ്വകാര്യ സ്ഥാപനവും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ വിവരങ്ങൾ ഏതെങ്കിലും ഒരു പൊതു സ്ഥാപനത്തിന് പരിശോധിക്കാൻ അധികാരമുണ്ടെങ്കിൽ, അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഒരു ഗവൺമെൻറ് പൊതു സ്ഥാപനത്തിന് പരിശോധിക്കാൻ ഒരു അധികാരമുണ്ടെങ്കിൽ ആ സ്വകാര്യ സ്ഥാപനവും ആ പ്രൈവറ്റ് ഫേമും പ്രൈവറ്റ് എൻറ്റിറ്റിയും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. വിവരാവകാശം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ രേഖകളും ജോലികളും പരിശോധിക്കാനും അതുപോലെ പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശമാണ് വിവരാവകാശമെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞതേ ഉള്ളൂ. പൊതുസ്ഥാപനങ്ങൾ, ഈ ഒരു നിയമപ്രകാരം പൊതുസ്ഥാപനങ്ങൾ അഥവാ പബ്ലിക് അതോറിറ്റിയെ പറ്റി പറഞ്ഞേക്കുന്നത് ഭരണഘടന അനുസരിച്ചോ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിച്ച ഏതെങ്കിലും നിയമം അനുസരിച്ചോ ഏതെങ്കിലും സർക്കാർ ഉത്തരവിനനുസരിച്ചോ സ്ഥാപിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ളതും സർക്കാർ ധനസഹായം നൽകുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനം എന്നതിൽ ഉൾപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പൊതുസ്ഥാപനങ്ങളിൽ നിന്നല്ലേ ഉള്ളൂ വിവരാവകാശം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ പൊതുസ്ഥാപനം അഥവാ പബ്ലിക് അതോറിറ്റി? ഭരണഘടന അനുസരിച്ചോ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിച്ച ഏതെങ്കിലും നിയമം അനുസരിച്ചോ ഏതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ചോ സ്ഥാപിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിനുമുള്ള സർക്കാർ ധനസഹായം നൽകുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനം എന്നതിൽ ഉൾപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയിരിക്കുക. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാത്ത കുറച്ച് വിവരങ്ങളുണ്ട്. അതാണ് സെക്ഷൻ 8 പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാത്ത വിവരങ്ങൾ സെക്ഷൻ 8 വിവരം കിട്ടാത്ത 8ൻ്റെ പണിയുള്ള വിഷയങ്ങൾ എന്ന് ഓർത്താൽ മതി. അപ്പോൾ സെക്ഷൻ 8ലേക്ക് കണക്ട് ചെയ്യാമല്ലോ. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും പ്രാധാന്യത്തെയും അതുപോലെ ശാസ്ത്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ലാത്ത വിവരങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ആ സെൻറ്റൻസിൻ്റെ കാമ്പൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും പ്രാധാന്യത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യവുമായ ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സാധ്യമല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുന്ന ഇൻ്റലിജൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പിന്നെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായിട്ടുള്ള വിവരം നൽകാൻ സാധ്യമല്ല. സെക്ഷൻ 8 പ്രകാരം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും കോടതിയോ ട്രൈബ്യൂണലുകളോ പ്രസിദ്ധീകരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ കോടതി അലക്ഷ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ കോടതി ഏതെങ്കിലും ഒരു കാര്യം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വിവരാവകാശ നിയമപ്രകാരം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷ അവകാശത്തിൻ്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയുടെയോ ഒക്കെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം അനുവദിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകുവാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന സഭയുടെയോ വിശേഷ അവകാശത്തിന്, സ്പെഷ്യൽ പവറിൻ്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സാധ്യമല്ല. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ വിശേഷ അവകാശത്തിൻ്റെ ഒരു ലംഘനമായി തീർന്നേക്കാവുന്ന വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സാധ്യമല്ല. പൊതുസമൂഹം ആവശ്യപ്പെടാത്തതും ഒരു തേർഡ് പാർട്ടിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നതുമായ വാണിജ്യ, വ്യാപാര, ഭൗതിക സ്വത്ത് സംബന്ധമായ വിവരങ്ങൾ നൽകാൻ സാധ്യമല്ല. അപ്പോൾ പൊതുസമൂഹം ആവശ്യപ്പെടാത്തതും ഒരു തേർഡ് പാർട്ടിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നതുമായ വാണിജ്യ, വ്യാപാര, ഭൗതിക സ്വത്ത് സംബന്ധമായ വിവരങ്ങൾ നൽകാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ ജനറൽ പബ്ലിക് ആവശ്യപ്പെടാത്ത എന്നാൽ ഒരു മത്സരബുദ്ധിയോടുകൂടി മറ്റൊരു ആളുടെ
ആൾക്ക് ഹാനി വരുന്ന രീതിയിലുള്ള വിവരങ്ങൾ, പൊതുസമൂഹം ആവശ്യപ്പെടാത്തതും ഒരു തേർഡ് പാർട്ടിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നതുമായ വാണിജ്യ വ്യാപാര ഭൗതിക സ്വത്ത് സംബന്ധ വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല. ഈ ഒരു 8 പ്രകാരം പൊതുസമൂഹം ആവശ്യപ്പെടാത്തതും എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ സാധ്യമല്ല. പൊതുസമൂഹം ആവശ്യപ്പെടാത്തതും എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ സാധ്യമല്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം നൽകാൻ സാധ്യമല്ല. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം നിയമം നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിത ആവശ്യങ്ങൾക്കോ രഹസ്യമായി സഹായം നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ വിവരത്തിൻ്റെ ഉത്ഭവം തിരിച്ചറിയുന്നതും ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്വത്തിനോ അപകടമായി തീർന്നേക്കാവുന്നതുമായിട്ടുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സാധ്യമല്ല. അപ്പം നിയമം നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിത ആവശ്യങ്ങൾക്കോ രഹസ്യമായി സഹായം നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ വിവരത്തിൻ്റെ ഉത്ഭവം തിരിച്ചറിയുന്നതും ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്വത്തിനോ അപകടമായി വരുന്നതുമായ വിവരങ്ങൾ വെളിപ്പെടുത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ നടപടിക്രമത്തിനെ തടസ്സപ്പെടുത്തുന്ന വിവരം നൽകാൻ സാധ്യമല്ല. അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ നടപടിക്രമത്തിനെ തടസ്സപ്പെടുത്തുന്ന വിവരം, അപ്പോൾ അന്വേഷണം, പ്രോസിക്യൂഷൻ്റെ നടപടിക്രമം, അതുപോലെ കുറ്റവാളിയുടെ അറസ്റ്റ്, ഇതുപോലുള്ള ഇതിൻ്റെ തടസ്സം വരുത്തുന്ന വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധ്യമല്ല. ക്യാബിനറ്റ് മന്ത്രിമാർ, സെക്രട്ടറിമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ സംബന്ധിക്കുന്ന മന്ത്രിസഭാ ഔദ്യോഗിക രേഖകൾ നൽകാൻ പാടില്ല. ക്യാബിനറ്റ് മന്ത്രിമാർ, സെക്രട്ടറിമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ സംബന്ധിക്കുന്ന മന്ത്രിസഭാ ഔദ്യോഗിക രേഖകൾ ഈ നിയമപ്രകാരം ലഭിക്കില്ല. ഇനി സമയപരിധികളാണ് പറയാൻ പോകുന്നത്. അപേക്ഷ സമർപ്പിച്ചതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ. ഇത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ആവശ്യപ്പെടുന്ന വിവരം, ഇപ്പോൾ നിങ്ങളൊരു വിവരം ആവശ്യപ്പെട്ടാൽ ഏതെങ്കിലും വ്യക്തിയുടെ ജീവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണമെന്നാണ് നിയമപ്രകാരം പറയുന്നത്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നു എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിൽ. ഒരു തേർഡ് പാർട്ടിയുടെ വിവരമാണ് അറിയേണ്ടതെങ്കിൽ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിൽ. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം. തേർഡ് പാർട്ടിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബെർണോയ്. ഷാഹിദ് റാസ ബെർണോയിയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർണോയ്. കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ് അരുണാചൽ പ്രദേശ്. ഓർക്കുക, കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ് അരുണാചൽ പ്രദേശ് എന്നും മനസ്സിലാക്കിയിരിക്കുക. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാനുള്ള കാര്യം ഫോണിലൂടെ ചെയ്യാൻ പറ്റും എന്ന് സ്ഥാപിച്ച അല്ലെങ്കിൽ അത് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ രഞ്ജൻ ഗൊഗോയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പ്രഖ്യാപിച്ച 5 അംഗ ബെഞ്ചിൻ്റെ തലവൻ രഞ്ജൻ ഗൊഗോയാണെന്ന് ഓർത്തിരിക്കുക. കേസ് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വാസസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ. ഒറ്റയോടെ പറയാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിൻ്റെ തലവൻ രഞ്ജൻ ഗൊഗോയാണ്. കേസ് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വാസസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ.
എത്ര ദിവസത്തിനുള്ളിലാണ് 5ാം അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. എത്ര ദിവസത്തിനുള്ളിലാണ് 1ാം അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. 1ാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ 1ാം അപ്പീൽ രേഖപ്പെടുത്തേണ്ടത് 30 അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. കാരണം രേഖപ്പെടുത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ മാക്സിമം. എത്ര ദിവസത്തിനുള്ളിലാണ് 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ. 1ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ, അതുപോലെ 2ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിൽ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് 2ാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല എന്നും അറിഞ്ഞിരിക്കുക. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് 2ാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുകളാണ് ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റലിജൻസ് ബ്യൂറോ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ആസാം റൈഫിൾസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, സശസ്ത്ര സീമാബെല്ല്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അതുപോലെ ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ്, ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്, അതുപോലെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്, അതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. ഇത്രയും സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഒറ്റയടിയാണ് പഠിക്കാൻ പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു പോയാൽ മതി, നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു പൊക്കോളും. അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. നമ്മൾ പറഞ്ഞായിരുന്നു 2005 RTA ആക്ട് 12ാം വകുപ്പ് പ്രകാരം 2005 ഒക്ടോബർ 12-നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയമാണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ടോട്ടൽ അപ്പം 11 പേര് മാക്സിമം. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരുടെ 3-അംഗ സമിതിയാണ്. അപ്പം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി, അതുപോലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3-അംഗ സമിതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയസമ്പത്തുള്ളവരും നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെൻറ്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരും ആയിരിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയസമ്പത്തുള്ളവരും നിയമം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെൻറ്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല. മാത്രമല്ല യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തിയോ ആവരുത്. ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തിയോ ആവരുത് ഇൻഫർമേഷൻ കമ്മീഷണർ. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരെയെന്ന കൂട്ടത്തിൽ ചോദിക്കാം. അത് പ്രസിഡൻ്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് എന്ന് ഓർത്തിരിക്കുക. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിൻ്റെ മുമ്പാകെയാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളാണ് 1-ാം ഷെഡ്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1-ാം ഷെഡ്യൂളിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ,
കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി എന്നിവയാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി എന്നിവയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് ഓർത്തിരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. CIC ഭവൻ ന്യൂഡൽഹിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. മുമ്പ് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു, ന്യൂഡൽഹിയിലെ ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു മുമ്പത്തെ. ഇപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ് വർദ്ധൻ കുമാർ സിൻഹയാണ്. 11ാമത് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ് വർദ്ധൻ കുമാർ സിൻഹ. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യ വനിത ദീപക് സന്ധുവാണ്. ഇപ്പോഴത്തേത് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. അതുപോലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണെന്നും ഓർത്തിരിക്കുക. ഇനി പഠിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19-നാണ്. 2005 ഡിസംബർ 19-നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന CICയും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ടീം പോലെയാണ്. 10-ൽ കൂടില്ല മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെ, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും കാണും. അതാണ് 11-ാമൻ അല്ലെങ്കിൽ 1-ാമൻ. ഓക്കെ. അപ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരുടെ ഒരു 3-അംഗ സമിതി. നമ്മുടെ കേന്ദ്രത്തിലെ പോലെ തന്നെ അവിടെ പ്രധാനമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും പിന്നെ പ്രധാനമന്ത്രി പറയുന്ന ഒരു മന്ത്രിയും. ഇവിടെ മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഗവർണറുടെ മുമ്പാകെയാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും ഗവർണറാണെന്ന് ഓർത്തിരിക്കുക സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലോട്ട് മോഹൻദാസ് ആണ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. നിലവിലെ വിശ്വാസ് മേത്ത. ഇനി 2019 വിവരാവകാശ ഭേദഗതി നിയമത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വിവരാവകാശ നിയമം ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19 വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ 22, രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 25, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 1. ഓർക്കുക, വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് ജൂലൈ 22, 2019 ജൂലൈ 22, രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 25, 2019 ജൂലൈ 25, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 1-നാണ്. 2019 ഓഗസ്റ്റ് 1-നാണെന്നും ഓർത്തിരിക്കുക.
2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി. ഓർക്കുക, 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കിയെന്ന് അറിഞ്ഞിരിക്കുക. മുൻപ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമാക്കി ചുരുക്കി. പ്രധാനപ്പെട്ട പോയിന്റാണ്, കാലാവധി 3 വർഷമാക്കി ചുരുക്കി. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാക്കി ചുരുക്കി. 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമാക്കി ചുരുക്കി. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നതും ഇനി മുതൽ കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളവും ആനുകൂല്യമൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2.5 ലക്ഷം രൂപയാണ്. 2019 RTA റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണെന്നും അറിഞ്ഞിരിക്കുക.